ഹലോ. അപ്പോൾ എൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ ഭക്ഷണം ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചോറും പരിപ്പ് കറിയും ഒരു ബീട്രൂട്ട് വറവുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ എക്സ്ട്രാ മറ്റേ സോയാബീൻ അതും പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരേ സമയത്ത്. അപ്പോൾ 2 എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുകെല്ലാം ഇട്ട് കൊടുത്ത്. പിന്നെ ഞാൻ പരിപ്പ് ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ടേനു. അപ്പം ആ പരിപ്പ് ഞാൻ അതിലോട്ടേക്ക് താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ബീട്രൂട്ട് വറവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും തേങ്ങയും അതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ കടുക് പൊട്ടിയ എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാർന്ന് വേട്ടെ. പരിപ്പ് കറി താളിച്ചിട്ടുണ്ട്. ഒരു തള തിളച്ചതും നമുക്ക് ആവശ്യമായിട്ടനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കതെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുക്കറിലിടുമ്പോൾ ഞാൻ ഉപ്പ് കുറച്ച് ഇട്ടിട്ടില്ലേനു. അപ്പോൾ ഈ ബീട്രൂട്ടിലും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ട് വേട്ടെ. അപ്പോൾ ഇന്നലെ ഏൽപ്പിച്ചതാണ് മക്കള് പരിപ്പ് കറിയും ചോറുമാണ് വേണ്ടതെന്ന്. അപ്പോൾ ചോറും ഞാൻ നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരിപ്പ് കറി വെക്കണം. പരിപ്പ് കറിയും ചോറും മറ്റേ സോയാബീൻ പൊരിച്ചതും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സോയാബീൻ ഞാൻ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ലോണം മുക്കി പിഴിഞ്ഞ് നല്ല മുക്കി ഇതാക്കിയിട്ട് ഞാൻ മുളക് പൊടിയും ഉപ്പും കുറച്ച് ഇതില്ലേ എന്നപ്പം കോൺഫ്ലവർ എല്ലാം ഇട്ടിട്ട് നല്ലോണം പരക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് പിടിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ കറി ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് തിളച്ചതിന് ശേഷം. ഇനി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ സോയാബീൻ അതിലോട്ടിട്ട് പൊരിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും ബീട്രൂട്ട് റെഡിയായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കാം. അപ്പം ഒരു സൈഡ് ആകുമ്പോൾ നമ്മൾ തിരിച്ച് മറിച്ച് പോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം പൊരിച്ചെടുക്കുക. കോൺഫ്ലവർ ഇട്ടത് കൊണ്ട് തന്നെ നല്ല മുറുമുറുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ അതിന് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം ഇടാം, പക്ഷെ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ. ഹലോ. അപ്പോൾ എൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ ഭക്ഷണം ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചോറും പരിപ്പ് കറിയും ഒരു ബീട്രൂട്ട് വറവുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ എക്സ്ട്രാ മറ്റേ സോയാബീൻ അതും പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരേ സമയത്ത്. അപ്പോൾ 2 എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുകെല്ലാം ഇട്ട് കൊടുത്ത്. പിന്നെ ഞാൻ പരിപ്പ് ആദ്യമേ വേവിച്ച് വെച്ചിട്ടുണ്ടേനു. അപ്പം ആ പരിപ്പ് ഞാൻ അതിലോട്ടേക്ക് താളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ബീട്രൂട്ട് വറവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും തേങ്ങയും അതെല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഈ കടുക്